നമസ്കാരം. തേർഡ് വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. ബോബിക്ക് ജാമ്യമില്ല, റിമാൻഡിൽ തുടരും. നടി ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ല. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുകയും ചെയ്തു. പരിപാടിയുടെ ദൃശ്യങ്ങൾ മുഴുവൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. മോശമായി സംസാരിച്ചിട്ടില്ലെന്നും കേസിന് ആസ്പദമായ പരിപാടിയുടെ മുഴുവൻ ദൃശ്യങ്ങളും ഹാജരാക്കിയിട്ടുണ്ടെന്നും പ്രതിഭാഗവും കോടതിയിൽ വാദിച്ചു. പല അഭിമുഖങ്ങളിലും ബോബി ചെമ്മണ്ണൂർ മോശം പരാമർശങ്ങൾ ആവർത്തിച്ചതായി പ്രോസിക്യൂഷൻ പറഞ്ഞു. ലൈംഗിക ചുവയോടെ സ്ത്രീ ശരീരത്തെ വർണ്ണിക്കുന്നത് ലൈംഗിക അതിക്രമം തന്നെയാണ്. കുന്തി ദേവിയായി അഭിനയിച്ച നടിയെപ്പോലെയുണ്ട് ഹണിയെ കാണാൻ എന്ന് മാത്രമാണ് പറഞ്ഞതെന്ന് പ്രതിഭാഗം പറഞ്ഞു. എന്നാൽ ബോബിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചായിരുന്നു പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. പണക്കാരനായതിനാൽ നിയമം ബാധകമല്ലെന്ന പ്രതിയുടെ കൂസലില്ലായ്മ കോടതി പരിഗണിക്കണമെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ബോബിക്കെതിരെയുള്ള കേസ് ഇങ്ങനെയായിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 7-ന് കണ്ണൂർ ആലക്കോട്ടെ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ഷോറൂം ഉദ്ഘാടനത്തിനിടെ പ്രതി ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നാണ് കേസ്. ചടങ്ങിൽ വെച്ച് അനുമതിയില്ലാതെ നടിയുടെ കയ്യിൽ പിടിച്ചു, കഴുത്തിൽ നെക്ലേസ് അണിയിച്ചു. പിന്നീട് ഈ നെക്ലേസ് കാണിക്കുന്നതിനായി തിരിച്ചു നിർത്തി ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തി. യൂട്യൂബ് ചാനലുകളിലും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലും അപമാനിക്കുന്ന തരത്തിലുള്ള മോശം പരാമർശങ്ങൾ പ്രതി തുടർന്നെന്നും പരാതിയിൽ പറഞ്ഞു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത പ്രതി ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. എന്നാൽ കോടതി അപേക്ഷ തള്ളുക മാത്രമല്ല, കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. പൊതു ഇടങ്ങളിൽ പരാമർശം നടത്തുമ്പോൾ സൂക്ഷിക്കണമെന്നും കേസ് അടിയന്തരമായി പരിഗണിക്കേണ്ടതില്ലെന്നും സാധാരണക്കാർക്കില്ലാത്ത ഒരു പരിഗണനയും ഈ കേസിൽ ഇല്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും ഇനി ഇതുപോലുള്ള പരാമർശങ്ങൾ ആവർത്തിക്കുകയില്ലെന്നും ബോബി പ്രതികരിച്ചു. എന്നാൽ എല്ലാ പ്രതികളും ഇതുതന്നെയാണ് പറയുന്നതെന്ന് കോടതി വിമർശിച്ചു. കൂടാതെ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ചയിലേക്ക് മാറ്റിവെച്ചു. ശബരിമല തീർത്ഥാടകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ. ശബരിമലയിൽ എത്തുന്ന ഭക്തർക്കും ദേവസ്വം ജീവനക്കാർക്കും അപകട ഇൻഷുറൻസ് പരിരക്ഷ ആരംഭിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് ദേവസ്വം ജീവനക്കാരുടെയും ഭക്തരുടെയും പദ്ധതിയിലുള്ളത്. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളുടെ പരിധിയിൽ അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് ലഭിക്കും. വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് വഴിയെത്തുന്ന ഭക്തർ പരിരക്ഷയിൽ വരും. യുണൈറ്റഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി വഴിയാണ് ഇത് നടപ്പിലാക്കുന്നത്. പോളിസി തുക ദേവസ്വം ബോർഡാണ് വഹിക്കുന്നത്. ഇതിനു പുറമെ ശുചീകരണ തൊഴിലാളികൾക്കും ഡോളി തൊഴിലാളികൾക്കും ഇൻഷുറൻസ് നൽകും. ഇവർക്ക് അംഗത്വം നൽകുന്ന നടപടികൾ ആരംഭിച്ചതായി ശബരിമല ADM അരുൺ S നായർ പറഞ്ഞു. ബാർബർ ഷോപ്പുകൾക്ക് ലൈസൻസ് പുതുക്കണമെങ്കിൽ മുടിമാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള വഴി കൂടി കണ്ടെത്തണം. അംഗീകൃത ഏജൻസികൾക്ക് മുടിമാലിന്യം കൈമാറുന്നു എന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ അടുത്ത സാമ്പത്തിക വർഷം മുതൽ ബാർബർ ഷോപ്പുകൾക്കും ബ്യൂട്ടി പാർലറുകൾക്കും ഉൾപ്പെടെയുള്ള സലൂൺ വിഭാഗത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് പുതുക്കി നൽകുകയുള്ളൂ എന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ മുടിമാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നു എന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ലൈസൻസ് ഉള്ള 27,690 സ്ഥാപനങ്ങളിൽ 8,000-ഓളം മാത്രമാണ് ഇതിന് തയ്യാറാകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതുകൂടാതെ ഭക്ഷണവും സാനിറ്ററിയും അടങ്ങുന്ന മാലിന്യമുണ്ടെങ്കിൽ ഹരിതകർമ്മസേനയ്ക്ക് പണം നൽകണമെന്നും ഏജൻസികളുടെ ഫീസ് ഉയർന്നതാണെന്ന് സംഘടനകളുടെ പരാതി പരിശോധിക്കണമെന്നും ശുചിത്വ മിഷനെ മന്ത്രി ചുമതലപ്പെടുത്തി. ജാതി പറഞ്ഞ് കയ്യേറ്റം. വെള്ളനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അറസ്റ്റിൽ. വെള്ളനാട് പഞ്ചായത്ത് സെക്രട്ടറി L സിന്ധുവിനെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്ന കേസിൽ INTUC ജില്ലാ സെക്രട്ടറിയും കോൺഗ്രസ് വെള്ളനാട് മുൻ മണ്ഡലം പ്രസിഡന്റും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ വെള്ളനാട് ശ്രീകണ്ഠനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നെടുമങ്ങാട് ജില്ലാ സ്പെഷ്യൽ SC/ST കോടതിയിൽ ഹാജരാക്കിയ ശ്രീകണ്ഠന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ച് 16-ാം തീയതി വരെ കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. കഴിഞ്ഞ മാസം 6-ാം തീയതിയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പഞ്ചായത്ത് ഓഫീസിലെ സെക്രട്ടറിയുടെ ക്യാബിനിൽ ജീവനക്കാരോട് സംസാരിക്കുകയായിരുന്ന സെക്രട്ടറിയെ ക്യാബിനിലെത്തി വൈസ് പ്രസിഡന്റ് മോശമായ പദപ്രയോഗം നടത്തി ജാതിപ്പേര് പറഞ്ഞ് അധിക്ഷേപിക്കുകയും അടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് കേസ്. ഫോൺ ചോർത്താൻ അനുമതി തേടി വിജിലൻസ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെയും പൊതുപ്രവർത്തകരുടെയും അഴിമതി കണ്ടെത്താനും കൈക്കൂലിക്കാരെ കുടുക്കാനും ഫോൺ ചോർത്താൻ സർക്കാരിന്റെ അനുമതി തേടി വിജിലൻസ്. നിലവിൽ പോലീസിനും ഇന്റലിജൻസ് ക്രൈംബ്രാഞ്ചിനും കുറ്റവാളികളെ കുടുക്കാനും കേസുകൾ തെളിയിക്കാനും രാജ്യസുരക്ഷയ്ക്കും
രഹസ്യാന്വേഷണത്തിനും ഫോൺ ചോർത്തുന്നുണ്ട്. സമാനമായ അനുമതിക്കായി വിജിലൻസ് മേധാവി DGP യോഗേഷ് ഗുപ്ത കത്തു നൽകി. സ്ത്രീ സുരക്ഷ എന്നത് വാക്കിൽ മാത്രമായി ഒതുങ്ങുന്നു. സ്ത്രീ സുരക്ഷയ്ക്കായുള്ള പ്രഖ്യാപനങ്ങളും സംവാദങ്ങളും മുറതെറ്റാതെ നടക്കുമ്പോഴും അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ കേരളത്തിൽ വർദ്ധിക്കുകയാണ്. 2024 രജിസ്റ്റർ ചെയ്ത മൊത്തം കേസുകളിൽ ഏറ്റവും കൂടുതൽ ഈ കുറ്റത്തിനാണ്. 2021 ശേഷം ഇത് കൂടി വരുന്ന പ്രവണതയാണ് ഉണ്ടാകുന്നത്. മാനഭംഗ കേസുകൾ മാത്രം എടുത്താലും അത്തരം സംഭവങ്ങൾ 2024 ഏറ്റവും കൂടുതലായി നടന്നിരിക്കുന്നത്. ലോകത്ത് 1 മിനിറ്റിൽ ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുന്നുണ്ടെന്നാണ് UN റിപ്പോർട്ട്. 736 ദശലക്ഷം സ്ത്രീകൾ ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. ലോകാരോഗ്യ സംഘടന പറയുന്നത് പ്രകാരം 15 വയസ്സു മുതൽ 49 വയസ്സുവരെയുള്ള സ്ത്രീകളിൽ 30% പേരും മാനസിക ശാരീരിക പീഡനം നേരിടുന്നുണ്ടെന്നാണ്. കോർപ്പറേഷന്റെ നഗരരത്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വിവിധ മേഖലയിൽ അസാധാരണ സംഭാവനയ്ക്ക് കോർപ്പറേഷൻ ഏർപ്പെടുത്തിയ നഗരരത്ന പുരസ്കാരം പ്രഖ്യാപിച്ചു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, മുതിർന്ന പത്രപ്രവർത്തകൻ മലയൻകീഴ് ഗോപാലകൃഷ്ണൻ, മുൻ അനേർട്ട് ഡയറക്ടർ RVG മേനോൻ, കർണാടക സംഗീതജ്ഞൻ പ്രൊഫസർ കുമാർ കേരളവർമ്മ, നടൻ മധു, സാഹിത്യകാരൻ പെരുമ്പടവം ശ്രീധരൻ, മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ K രാജശേഖരൻ നായർ, കായിക താരം പത്മിനി തോമസ് എന്നിവർക്കാണ് പുരസ്കാരം. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജനുവരി 10 മുതൽ 16 വരെ സംഘടിപ്പിക്കുന്ന മുതിർന്ന പൗരന്മാരുടെ കലാകായിക സാംസ്കാരിക ഉത്സവമായ മധുരം ജീവിതം പരിപാടിയുടെ സമാപന ദിവസം മുഖ്യമന്ത്രി പുരസ്കാരങ്ങൾ സമ്മാനിക്കും. 4 വർഷം കൊണ്ട് കേരളം പാഴാക്കിയത് 3000 കോടിയിലധികം വൈദ്യുതി. വൈദ്യുതി ക്ഷാമത്തിനിടയിലും കേരളം 2020-21 മുതൽ 2023-24 വരെ പാഴാക്കിയത് 617 കോടി യൂണിറ്റ് വൈദ്യുതി. യൂണിറ്റിന് ശരാശരി 5 രൂപ കണക്കാക്കിയാൽ 3085 കോടി രൂപയുടെ വൈദ്യുതി. പകൽ വൈദ്യുതി ലഭ്യത കൂടുതലും രാത്രി ക്ഷാമവുമുള്ള സംസ്ഥാനമാണ് കേരളം. സംസ്ഥാനത്ത് വൈദ്യുതി ലഭിക്കുന്നത് കേന്ദ്ര വിഹിതം, ആഭ്യന്തര ജല വൈദ്യുതോൽപാദനം, പവർ പർച്ചേസ്, സൗരോർജം എന്നിങ്ങനെയാണ്. ഇതുവഴി 24 മണിക്കൂറും ലഭിക്കുന്ന വൈദ്യുതി ഉപയോഗിക്കാനാവാതെ സറണ്ടർ ചെയ്യുന്നത് വൻ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്. കേന്ദ്ര വിഹിതവും കേരളത്തിന്റെ ജലവൈദ്യുതോൽപാദനവും 1600 മെഗാവാട്ട് വീതമാണ്. വൈദ്യുതി ബോർഡിന്റെ സൗരോർജ പ്ലാന്റുകൾ, പുരപ്പുറ സൗരോർജം എന്നിവയിൽ നിന്ന് 1200 മെഗാവാട്ടും കിട്ടുന്നു. പവർ പർച്ചേസ് അഥവാ കമ്പനികളിൽ നിന്ന് വാങ്ങുന്ന വൈദ്യുതിയിലൂടെ 750 മെഗാവാട്ടും ലഭിക്കുന്നു. ഇതിനു പുറമെ ഹ്രസ്വകാല കരാറിലൂടെ 500 മെഗാവാട്ടും. ആകെ 5650 മെഗാവാട്ട് വൈദ്യുതി ഒരു ദിവസം പകൽ ലഭിക്കുന്നു. പവർ പർച്ചേസിൽ നിയന്ത്രണം കൊണ്ടുവന്നാൽ സറണ്ടർ ചെയ്യുന്ന വൈദ്യുതിയുടെ അളവ് കുറയ്ക്കാം. രാത്രിയിൽ പവർ എക്സ്ചേഞ്ചിൽ യൂണിറ്റിന് 10 രൂപ വരെ ഉയരും. റൗണ്ട് ദി ക്ലോക്കിന് പകരം 5 മണിക്കൂർ വരുന്ന പീക്ക് സമയത്തേക്ക് മാത്രമായി വൈദ്യുതി വാങ്ങാം. ഒരു യൂണിറ്റിന് 10 രൂപ നിരക്കിൽ 5 മണിക്കൂറിലേക്ക് 50 രൂപ ചിലവ് വരും. ഒരു വർഷത്തേക്ക് 18,250 രൂപ. 24 മണിക്കൂർ നേരത്തേക്ക് 5 രൂപ നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നതിനേക്കാൾ യൂണിറ്റിന് 25,550 രൂപ കുറവ്. ഒരു നാട് മുഴുവൻ ആശങ്കയിൽ. കാരണം മുടികൊഴിച്ചിൽ. മഹാരാഷ്ട്രയിലെ ബുൽധാനയിലെ ജനങ്ങൾ വലിയൊരു ആശങ്കയിലാണ്. ആളുകളുടെ മുടി വൻതോതിൽ കൊഴിയുന്നതാണ് പ്രശ്നം. ഒരാഴ്ച കൊണ്ട് ഒട്ടേറെ പേരാണ് കഷണ്ടിക്കാരായത്. രാസവളം മൂലം പ്രദേശത്തെ ജലം മലിനമായതാണ് കാരണമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ സംശയിക്കുന്നത്. കൂടുതൽ പഠനത്തിനായി പ്രദേശത്തെ ജലത്തിന്റെയും ആളുകളുടെ മുടിയുടെയും ചർമ്മത്തിന്റെയും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. തലയിൽ ചൊറിച്ചിലൂടെയാണ് തുടക്കം. തുടർന്ന് 3 ദിവസത്തിനുള്ളിൽ മുടി മുഴുവൻ കൊഴിഞ്ഞു പോവും. സ്ത്രീകളും കുട്ടികളും അടക്കം ഒട്ടേറെ പേരെ മുടികൊഴിച്ചിൽ ബാധിച്ചു. 400ഓളം പേരിൽ ലക്ഷണങ്ങളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഷെഗോൺ താലൂക്കിലെ ബോർഗാവ്, കൽവാഡ്, ഹിംഗന ഗ്രാമങ്ങളിലാണ് സ്ഥിതി രൂക്ഷമായിട്ടുള്ളത്. മലിനമായ വെള്ളം, ഫംഗസ് ബാധ, പോഷകാഹാരക്കുറവ്, വിറ്റാമിന്റെ അഭാവം എന്നിവ പെട്ടെന്ന് മുടികൊഴിയാൻ കാരണമാകുമെന്ന് ഡോക്ടർമാർ പറയുന്നു. ഗായകൻ P ജയചന്ദ്രൻ അന്തരിച്ചു. കഴിഞ്ഞ ദിവസം പൂങ്കുന്നത്തെ വീട്ടിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. അർബുദ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 1986 ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലെ ശിവശങ്കര സർവശരണ്യ വിഭോ എന്ന ഗാനത്തിലൂടെ ജയചന്ദ്രനെ തേടി മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരമെത്തി.
5 തവണയാണ് ജയചന്ദ്രൻ മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം കരസ്ഥമാക്കിയത്. മലയാളം, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും ജയചന്ദ്രൻ സംഗീത സാന്നിധ്യമായി. സിനിമാ ഗാനങ്ങൾക്ക് പുറമെ അദ്ദേഹം ആലപിച്ച ഭക്തിഗാനങ്ങളും ആസ്വാദക മനസ്സുകളിൽ ഇടം പിടിച്ചവയാണ്. സംസ്കാരം നാളെ വൈകിട്ട് 3:30 പറവൂർ ചേന്നമംഗലം പാലിയം തറവാട് ശ്മശാനത്തിൽ നടക്കും. അന്തരിച്ച പി ജയചന്ദ്രന് തേർഡ് എ വിഷന്റെ ആദരാഞ്ജലികൾ. പാളയത്ത് മൾട്ടി ലെവൽ പാർക്കിംഗ് ഉടൻ ആരംഭിക്കും. നഗരത്തിലെ വാഹനപ്പെരുപ്പവും വരാൻ പോകുന്ന തിരക്കുകളും പരിഗണിച്ചാണ് മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ ഒരുക്കുന്നതെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. നഗരത്തിലെ പാർക്കിംഗ് പ്രശ്നങ്ങൾ സംബന്ധിച്ച് വിളിച്ചു ചേർത്ത പ്രത്യേക കൌൺസിലിലാണ് മേയർ ഇക്കാര്യം അവതരിപ്പിച്ചത്. MLCP നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഇടങ്ങളിൽ സർവേ നടത്തിയ ശേഷമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തികച്ചും ശാസ്ത്രീയമായ രീതിയിലുള്ള പാർക്കിംഗ് കേന്ദ്രമെന്ന ആശയത്തിലാണ് കോർപ്പറേഷൻ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് മേയർ പ്രത്യേക കൌൺസിൽ യോഗത്തിൽ അറിയിച്ചു. തമ്പാനൂർ, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ MLCP പ്രവർത്തനം നടത്തിവരുന്നുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കിയ പാളയത്തിലെ MLCPയും പ്രവർത്തന സജ്ജമാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിർമ്മിച്ച MLCPകൾ അടക്കം എല്ലാം കോർപ്പറേഷന് കൈമാറാൻ സ്മാർട്ട് സിറ്റി യോഗത്തിലാണ് തീരുമാനിച്ചത്. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. പ്രതിരോധശേഷി കൂട്ടാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ. തണുപ്പ് കാലത്ത് വിവിധ രോഗങ്ങൾ പിടിപെടാം. ഇടയ്ക്കിടെ തുമ്മൽ, പനി, ജലദോഷം എന്നിവയെല്ലാം പ്രതിരോധശേഷി കുറയുന്നത് കൊണ്ടുവരാം. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനുള്ള നടപടികൾ തണുപ്പ് കാലത്ത് കൈക്കൊള്ളേണ്ടതാണ്. പ്രതിരോധശേഷി കൂട്ടുന്നതിന് ചില ഭക്ഷണങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. സിട്രസ് പഴങ്ങളിൽ വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നു. ഒരു ആന്റി ഓക്സിഡന്റായ വിറ്റാമിൻ സി വെളുത്ത രക്താണുക്കളുടെയും ആന്റിബോഡികളുടെയും ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നു. ബ്രോക്കോളിയിൽ വിറ്റാമിൻ എ, സി, ഇ എന്നിവയും നാരുകളും അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇതിലെ സൾഫോറഫൈൻ എന്ന സംയുക്തം പ്രതിരോധശേഷി കൂട്ടുന്നതിന് സഹായിക്കുന്നു. വെളുത്തുള്ളിയിൽ അലിസിൻ അടങ്ങിയിട്ടുണ്ട്. ആന്റി മൈക്രോബയൽ ഗുണങ്ങൾ ഇതിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു. ദിവസവും ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. വിറ്റാമിനുകളായ എ, സി എന്നിവയും വിവിധ ആന്റി ഓക്സിഡന്റുകളും പാലക് ചീരയിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ആരോഗ്യകരമായ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നതിന് പ്രധാനമായി ഇരുമ്പും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. തൈരിൽ പ്രോബയോട്ടിക്സ് അടങ്ങിയിരിക്കുന്നു. ഇത് കുടലിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. വിവിധ നട്ട്സുകളിൽ വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒരു പങ്ക് വഹിക്കുന്ന ആന്റി ഓക്സിഡന്റ് ആണ് വിറ്റാമിൻ ഇ. ആരോഗ്യകരമായ കൊഴുപ്പുകളും നട്ട്സുകളിൽ അടങ്ങിയിട്ടുണ്ട്. കുർക്കുമിൻ ആന്റിവൈറൽ ഗുണങ്ങൾ ഇൻഫ്ലുവൻസ എ വൈറസിന്റെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കുന്നു. തേർഡ് എ വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.